ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് എനിക്കിപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് കിട്ടിയ ഒരു അറിവ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കല്ലോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. വേറെ ഒന്നുമില്ല, ഞാൻ ഈ കാർ എടുക്കുന്ന സമയത്തേ കാർ എടുത്തിട്ട് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് എയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാംഗ്ലൂരിലൊക്കെ നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പമ്പിലും അവർ തന്നെ വന്നിട്ട് എയർ അടിച്ച് തരും. അപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, ഇതിലേക്ക് എത്രയാണ് വയ്ക്കുന്നത്. ഞാനങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. ചെല്ലുന്നു, അവിടെ നിർത്തുന്നു, അവർ എയർ അടിച്ച് വരും, നമ്മൾ പോരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് മിക്കപ്പോഴും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ എത്രയാണ് ഇതിലേക്ക് വയ്ക്കേണ്ടതെന്നുണ്ട് എനിക്ക് അറിയേണ്ടതെന്നില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു പെട്രോൾ പമ്പിൽ വന്ന് ഇതുപോലെ എയർ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എത്ര വെക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ വണ്ടിക്ക് എത്ര വെക്കാറ് വെച്ചാൽ അതടിച്ചു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഡോർ തുറക്ക് പറഞ്ഞു. ഡോറ് തുറക്കേ? സാർ എന്തിനാണ് ഡോർ തുറക്കണമെന്ന് ചോദിച്ചു. സാർ ഡോർ തുറക്ക്. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ ആകെ പെട്ടെന്ന് ഡോർ തുറക്കാൻ പറയുന്നു. ശരി, എന്തായാലും രണ്ടും കഴിപ്പിച്ച് ഞാൻ ഡോറ് തുറന്നു. ഡോറ് തുറന്നപ്പോൾ അവൻ നേരെ ഓടി വന്നിട്ട് ഈ ഫ്രണ്ട് ഡോറിൻ്റെ, നമ്മൾ ഡ്രൈവർ സീറ്റിലത്തെ ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിൽ വന്നിട്ട് നോക്കുന്നു, ഇവിടെയായിട്ട്. അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ അവൻ പറയുന്നത് എല്ലാ വണ്ടികളുടെയും എയർ പ്രഷർ എത്രയാണ് വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് കാറുകളുടെ ഒക്കെ ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം നമ്മളെ വണ്ടിക്ക് എത്രയാണ് കറക്റ്റ് കമ്പനി പറയുന്ന PSI എത്രയാണുള്ളത്. അപ്പോൾ ഇത് എനിക്ക് അറിയണ്ടായില്ല. അപ്പോൾ അന്നാണ് എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ എന്നുള്ളത് അറിയുന്നത്. കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അവനത് വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലേ എന്ന്. അപ്പം ചിലപ്പോൾ എന്നെ പോലെ മണ്ടന്മാരായിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ എനിക്കുള്ള ഭയങ്കരമുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു, പെട്രോൾ ടാങ്ക് എവിടെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. വണ്ടിയുടെ ഇടതുഭാഗത്താണോ വലതുഭാഗത്താണോ? അപ്പോൾ അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ പെട്രോൾ നമ്മുടെ ഈ മീറ്റർ കൺസോളിനകത്ത് തന്നെ ശരിക്കും പെട്രോൾ ടാങ്കിൻ്റെ ചിഹ്നത്തിൻ്റെ സൈഡിൽ ഒരു ഏരോ മാർക്ക് ഉണ്ടാവും. ആ ഏരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടേതല്ലാത്തൊരു വണ്ടിയിൽ കയറിയിട്ട് പെട്ടെന്ന് പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു തപ്പലുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ മാർക്കുകൾ ഇതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ കാറിനകത്ത് കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയി കിട്ടിയപ്പോൾ പെട്ടെന്ന് ആലോചിച്ചതാണ് ഈ സംഭവം. അപ്പം നമ്മളെ പോലത്തെ ഏതെങ്കിലും ആളുകൾ, ചിലപ്പം അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കാം, കാരണം എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. എനിക്കറിയണമെന്നില്ല സംഭവം. ഇത്രയും വലിയൊരു എന്താ പറയുക, ഇത്ര സിമ്പിളായിട്ട് സംഭവം കണ്ടെത്താൻ പറ്റുന്നത് എനിക്കറിയണ്ടായില്ല. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് പാസ് ചെയ്യാം. പിന്നെ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ആ ഒരു വീഡിയോ ആവും ചെയ്തു എന്നുള്ള ലെവലിൽ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു മറ്റേ ഇതിൻ്റെ ഇത് ബാക്ക് ക്യാമറ ഇടണം. അതായത് പെട്രോൾ ടാങ്കിൻ്റെ എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് നമ്മൾ മീറ്ററിനകത്ത് കാണിക്കുന്ന ഒരു മീറ്റർ കൺസോളിൻ്റെ ആ സൈഡിനകത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ് പെട്രോൾ ടാങ്ക് എവിടെയാണുള്ളത്, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഓർത്തപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല. നമ്മളെ നോർമൽ ലൈഫിലത്തെ തിരക്കുകളിലേക്ക് പോയി. അപ്പോൾ ഇത് നമ്മളെ പ്രധാന വരുമാന മാർഗ്ഗമല്ലാത്തതുകൊണ്ടും നമ്മളുടെ ടൈം പാസ് ആയതുകൊണ്ടും പിന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യില്ല മാത്രം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.